ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മുടെ വിഷുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ. വെളുപ്പിന് 3 മണിക്കാട്ടോ ഞാൻ ഈ കണിയൊക്കെ ഒരുക്കുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞ്. അവൾ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, കിടന്നപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞ്. ഭയങ്കര അലമ്പൊക്കെ ആയിരുന്നു. പടക്കമൊക്കെ പൊട്ടിച്ചതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ലേറ്റായി. അപ്പം അത് അവളെ കൊണ്ട് നമുക്ക് കണി ഒരുക്കാനൊന്നും പറ്റത്തില്ല. എല്ലാം നടന്നിങ്ങനെ പെറുക്കും. അതുകൊണ്ട് അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കണിയൊക്കെ ഒരുക്കിയത്. അപ്പോൾ എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങാൻ പോവാം. ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു. അതിന് മുമ്പേ ഓരോ വർഷം എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഞാൻ എല്ലാ വിഷുവിനും വീഡിയോ എടുക്കാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഡേയ്സൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല. കാരണം ഞാനിതൊക്കെ ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. കാരണം ഓരോ മെമ്മറീസ് ആണല്ലോ. നമ്മുടെ ഫോണിൽ നിന്ന് ചിലപ്പോൾ പോയി യൂട്യൂബിലാണ് അതൊക്കെ കിടന്നോളും. അപ്പോൾ ഞാൻ അത്ര അങ്ങനെ കൺസിസ്റ്റൻ്റ് ഒന്നുമല്ല. പക്ഷേ ഇതുപോലുള്ള ഒക്കേഷൻസിൽ, ഇതുപോലെ വിശേഷ ദിവസങ്ങൾ ഞാൻ വീഡിയോ അങ്ങനെ മിസ് ചെയ്യാറില്ല. മാക്സിമം എടുക്കാറുണ്ട്. കാരണം അത് പിന്നീടാണെങ്കിലും കാണാമല്ലോ. അപ്പോൾ ഇപ്രാവശ്യവും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഇപ്രാവശ്യം ആരും ഇവിടെ വരാനോ അങ്ങനെയൊന്നുമില്ല. ചേച്ചിയും ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ പിന്നെ ചേച്ചിയും പിള്ളേർ ജസ്റ്റ് വന്നിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ എൻ്റെ ചേച്ചിയും അവിടെ തൃശ്ശൂരാണ്. അവരും ഇപ്രാവശ്യം ഇല്ല ഇങ്ങോട്ട്. ഞാനും അങ്ങോട്ട് പോകുന്നില്ല ഇപ്രാവശ്യം. അപ്പോൾ അങ്ങനെ ആരുമില്ല, നമ്മളൊക്കെ തന്നെ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എന്നാലും ഞാൻ എടുക്കും. കാരണം അടുത്ത പ്രാവശ്യം ഇരുന്ന് കാണാമല്ലോ. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി, എൻ്റെ മെമ്മറീസിന് വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് കണ്ടാൽ മതി. ഒരു ചെറിയ ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ എന്തായാലും കിടക്കട്ടെ. ഇനി നല്ല ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട് എനിക്ക്. ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ 1 മണി കഴിഞ്ഞപ്പോഴാണെന്ന് ഉറക്കം വന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് കുളിച്ച്, ഉറക്കം മാറാനായിട്ട് ഞാൻ ഒന്ന് കുളിച്ച് 1 മണി കഴിഞ്ഞപ്പോൾ രാത്രി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കണിയൊക്കെ ഒരുക്കാൻ നിന്നത്. അപ്പോൾ ഇനി എന്തായാലും വെളുപ്പിന് അമ്മ, എല്ലാ പ്രാവശ്യം അമ്മയാട്ടോ ഞങ്ങളെ കണി കാണിക്കുന്നത്. അതെന്തായാലും നിർബന്ധമുള്ള കാര്യമാണ്. അമ്മ വേണം കണി കാണിക്കാനായിട്ട്. അപ്പോൾ അമ്മ എന്തായാലും വിളിക്കും വെളുപ്പിന്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങൾ പതിയെ കാണാം. അപ്പോൾ ബാക്കി ഇനി വെളുപ്പിനെ കാണാം. അപ്പോൾ അതേ വെളുപ്പിന് അമ്മ ഞങ്ങളെ വിളിച്ചു, കണി കാണിച്ചു. കണിയൊക്കെ കണ്ട് അമ്മയുടെ ബ്ലെസ്സിങ്സൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ചേട്ടായിനെ കണി കാണിച്ചു. പിന്നെ കുമ്പേനെ വിളിച്ചു. കുമ്പ എഴുന്നേറ്റായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് പിന്നെ അവളെയും വിളിച്ച് കാണിച്ചോളൂ. ചെറിയൊരു മൂഡ് ഓഫ് ആയിരുന്നു. നമുക്ക് അതൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വരയായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ട് കുറച്ച് നേരമെങ്കിലും അതങ്ങനെ ഇരിക്കണമല്ലോ. അവൾ ചെറിയൊരു വാശിയിലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി കേട്ടോ അവൾ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ കണി. ഇങ്ങനെ കേട്ടോ നമ്മൾ ഒരുക്കിയത്. അധികം സമയമൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ 1 മണി കഴിഞ്ഞു ഞാൻ കണിയൊരുക്കാൻ നിന്നപ്പോൾ. ഞാൻ നല്ല ടയേർഡുമായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാവരും വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മളും വെച്ച്, നമുക്ക് എന്തൊക്കെ കാണാൻ താല്പര്യമുണ്ടോ അതൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ തന്നെ നമ്മൾ വെച്ചാൽ മതിയാകും. ഇത് നമ്മൾ ഇപ്രാവശ്യം വായിച്ച പുതിയ കൃഷ്ണ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് കുമ്പ എടുത്തത് പൊട്ടിച്ച് കളഞ്ഞു. അത് കണ്ണു തെറ്റി അവളെല്ലാം എടുക്കുമെന്നേ. ആ ഒരു പ്രായം അതാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ ഉറക്കി കൂട്ടത്തിൽ ഞാനും ചെറുതായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ വെള്ളം ഒഴിക്കുന്ന കേട്ടോ കണ്ടത്. അമ്മ നമുക്ക് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട് അവിടെ. ചീരയും വെണ്ടയും പയറും കോവയ്ക്കൊക്കെ. അപ്പം അതിനൊക്കെ വെള്ളം ഒഴിക്കുകയായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി സാമ്പാറും കഴിക്കുക. നമ്മുടെ ഇവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ആമയും അച്ഛയൊക്കെ വന്ന പാടെ അവരിരുന്ന് പടക്കമൊക്കെ എടുത്ത് പൊട്ടിക്കുമായിരുന്നു. രണ്ടുപേർക്കും പടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാട്ടോ. പ്രത്യേകിച്ച് അച്ചുവിന്. ആമിക്ക് പിന്നെയും പേടിയാണ്, പക്ഷെ അച്ചുവിന് ഒരു പേടിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. അത് കഴിഞ്ഞപ്പോൾ കുമ്പയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കായിരുന്നു. കുറേയൊക്കെ തന്നെ കഴിക്കും, പിന്നെ അത് വെച്ചങ്ങ് കളിയാകും. മാക്സിമം അവൾ തന്നെ കഴിക്കാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം എന്നാലല്ലേ, അല്ലെങ്കിൽ പിന്നെ അതൊരു ശീലമാകും കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് നമ്മളങ്ങ് വാരിക്കൊടുക്കാൻ നോക്കും. അത് കഴിഞ്ഞ് നമുക്ക് മതിയാക്കുമ്പോൾ അവളിങ്ങോട്ട് തിരിച്ച് തുപ്പാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ ഞാൻ നിർത്തും. ഫോഴ്സ് ഫീഡിങ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അവൾക്ക് വിശക്കുമ്പോൾ അവളങ്ങ് കഴിച്ചോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സദ്യയല്ല, ബിരിയാണി ഉണ്ടാക്കാന്ന് വെച്ചൊരു വെറൈറ്റിക്ക്. അതേ സ്പൈസസ് ഒക്കെ ഇട്ട് അത് കഴിഞ്ഞ് സവോള ഒക്കെ ഇട്ടു ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റിക്ക് ഇന്ന് സദ്യ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഗസ്റ്റ് ഒന്നും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ കുറേ ഒന്നാമത്തെ കാര്യം ചൂടത്ത് കിച്ചണിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ വെച്ച് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാം. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതേ നമ്മൾ ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹാപ്പി വിഷു എന്ന് പറഞ്ഞേ ബേബി. ഹാപ്പി വിഷു പറഞ്ഞേ. ഹാപ്പി വിഷു. ഒരു ഉമ്മ കൊടുത്തേ ഉമ്മ. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുത്തേ. ഒരു ഉമ്മ കൊടുത്തേ. ഓ, ബാക്ക്ഗ്രൗണ്ടിൽ കാത്തുവിന്റെ പാട്ട് കേൾക്കും. അതിനാലേ നമ്മൾ ഡാൻസ് കളിക്കുന്നേ. ഭയങ്കര ക്യൂട്ട്നെസ് ഇടലൊക്കെയാ അല്ലേ, അല്ലേ ബേബി?
അപ്പോൾ അതേ സവോള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മുടെ ഈ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ഒന്ന് നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി അതിൻ്റെ ആ വെള്ളമയം പോകുന്നത് വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അടി പിടിക്കാതെ നോക്കണം, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ സവോളയ്ക്ക് ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മുടെ റൈസും ഏതാണ്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട, അതിനകത്ത് ആ വെള്ളമയം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി ഒന്ന് നെയ്യൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഉണ്ടാക്കുവാണെങ്കിൽ അങ്ങനെ ഒന്ന് ഓൾറെഡി എല്ലാവരും ചെയ്യുന്നതായിരിക്കാം, ഇനി ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ തക്കാളി ആഡ് ചെയ്യണം, ജിഞ്ചർ ഗാർലിക്, പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കട്ടെ. വഴൻ്റെ ഒന്ന് സവോളയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് ആഡ് ചെയ്തിട്ട് വെള്ളം എത്രയാണോ വെള്ളം ഞാൻ ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഇച്ചിരി ഒരു മിൻലേസും കൊറിയാണ്ടർ ലീവ്സും ഇടുക. പിന്നെ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ചേട്ടായാണ് സാലഡ് പ്രിപ്പയർ ചെയ്ത്. വിസിൽ നോക്കിയിരുന്നിരുന്ന് വിസിൽ വന്നില്ല. അങ്ങനെ ആ 10 ലിറ്ററിൻ്റെ കുക്കർ നമ്മൾ ചതിച്ചു. പിന്നെ അതിൽ നിന്ന് നമ്മൾ 5 ലിറ്ററിൻ്റെ കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയതും. അപ്പം അങ്ങനെ ചെറിയൊരു പണി കിട്ടി, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മളിത് ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ഒന്ന് ഉറങ്ങി കേട്ടോ. ഫുഡ് കഴിച്ചതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കും അമ്മയ്ക്കൊക്കെ ഈ വലിയ റൈസ് ആട്ടോ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസ് വാങ്ങും. ചെറിയത് ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ കൊമ്പ് ഇറങ്ങിയപ്പോൾ ഞങ്ങളും കൂടെ കിടന്ന് ഉറങ്ങിയേ. നമ്മളെന്തിനു വന്നയാ? ഞങ്ങളെല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പതേ മിട്ടൂപ്പിക്ക് പുല്ല് പറിക്കാൻ വന്നയാ അല്ലേ. നമ്മുടെ വീട്ടിൽ 2 മുയലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പുല്ല് പറിക്കാൻ വന്നയാ. ഈ വള്ളൽ എന്ന് പറയുന്നൊരു ചെടി ഉണ്ടല്ലോ, അപ്പോൾ അമ്മതേ അവിടെ നിന്ന് പറിക്കുന്നുണ്ട്, എടുക്കണം. അപ്പതേ അത് പറിക്കാൻ വന്നയാ അല്ലേ. കുമ്പ എങ്ങനെ പേടിക്കുന്നേ? ഇങ്ങനെയാണോ പേടിക്കുന്നത്? ഒരു പാട്ട് പാടിക്കേ. ലാല ലാലാലു പറയും, പാടിക്കേ. ലാല അതെ അമ്മതേ. അങ്ങനെ നമ്മൾ മുയലിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു പടക്കം പൊട്ടിക്കലായിരുന്നു. അവക്കാണെങ്കിൽ പൂത്തിരിയൊക്കെ കത്തിക്കുന്ന കാണുമ്പോൾ കളർ കണ്ടുള്ള പിടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷയം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളങ്ങനെ എവിടെയും പോയില്ല. നമ്മുടെ വീട്ടുകാരുമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കാമായിട്ട് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിള്ളേരും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു, ഒരു രസമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ആരും ഇല്ലാത്തവരെ നമ്മളിങ്ങനെ അമ്മയും കുഞ്ഞുമൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു. ഇത് കുമ്പയുടെ 2ാമത്തെ വിഷു കേട്ടോ. അപ്പോൾ ആദ്യത്തെ വിഷുവിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണ് ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.